ഈ ഇടിച്ചക്കേൻ്റെ ഉപ്പേരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു സംഭവമായിട്ട് തോന്നിയ സാധനം കേട്ടോ. പക്ഷെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഒന്നാമത് നമ്മളെ ചക്കേൻ്റെ കാലമൊക്കെ വരാൻ പോലെ ആണല്ലോ, ഇഷ്ടംപോലെ ഇടിച്ചക്കൊക്കെ ഉണ്ട് ഇപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് കേട്ടോ. ഞാൻ വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. അപ്പം നമ്മളതിന് ചെറിയ ഇടിച്ചക്കയാണ് എടുക്കുന്നത്, അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് അതിൻ്റെ ആ പച്ച കളറുള്ള പുറത്തെ തൊലി കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ കറ കളയണം, ഇതാണ് കറ എടുത്ത് മാറ്റണം. അപ്പം ഞങ്ങളെ നാട്ടിലൊക്കെ ഈ കോഴിക്കോടൊക്കെ സൈഡിൽ തന്നെ വിളഞ്ഞി നട്ടോ പറയുക ഈ കറയ്ക്ക്. എറണാകുളത്തൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കുക കേട്ടാൽ. അപ്പോൾ നമ്മളിതിനെല്ലാം കട്ട് ചെയ്തെടുത്ത് ഈ കറ കളയാനുള്ളൊരു എളുപ്പവഴിയുണ്ട് കേട്ടോ. നമ്മൾ ഈ തേങ്ങ കാട്ടുമല്ലോ, തേങ്ങ വെളിച്ചെണ്ണ ആക്കാൻ വേണ്ടി ആട്ടില്ലേ, അപ്പോൾ അതിൻ്റെ അവസാനത്തെ ഇങ്ങനെ വെളിച്ചെണ്ണ ഊറിയുള്ളൊരു ചണ്ടി ഉണ്ടാവുമല്ലോ, ആ ചണ്ടി ഒന്ന് ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനം കേട്ടോ. ഈ സാധനം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കറ പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. നമ്മൾ വേറെ വെളിച്ചെണ്ണ തേക്കണ്ട. അപ്പോൾ നമ്മൾ നന്നാക്കി വെച്ച് ഇടിച്ചേക്ക ഒരു കുക്കറിലിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി, കുറേ ഒന്നും വെള്ളം ഒഴിക്കേണ്ട, ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ആ ഇടിച്ചക്ക ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ അടിക്കുക കേട്ടോ. 2 വിസിലാണ് അടിച്ചാൽ മതി. 2 വിസിലാകുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടിക്കോളും. പിന്നെ നമ്മളതിന് ആ വെള്ളത്തിന് ചെറിയ വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസിൻ്റെ പുറകുവശം കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ സാധാരണ ചെയ്യാറ്. അല്ലാതെ നമുക്കിപ്പോൾ മറ്റേ കുന്താണിയിൽ മറ്റേ കല്ലൊക്കെ വെച്ച് കുത്തൊക്കെ ചെയ്യാം, എളുപ്പമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ എളുപ്പം ഉള്ളൊരു ഇതാണ് എപ്പോഴും ഓപ്റ്റ് ചെയ്യുക കേട്ടോ. കൂടുതൽ മറ്റതെടുത്ത് ഞാൻ അത് കഴുകി എന്നുള്ള ടാസ്ക്കൊക്കെ ഉണ്ടല്ലോ, ഇതാകുമ്പോൾ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് അതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് വേണ്ടി നമ്മളൊരു 2-3 പച്ചമുളക് ഇടുക, പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ഇട്ടു, അത്യാവശ്യം വലിയ ചെറിയ ഉള്ളി തന്നെ ഒരു കുറച്ചധികം ഇടുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടു. തേങ്ങയൊക്കെ അത്യാവശ്യം വേണം കേട്ടോ, ഇടിച്ചക്ക തോരന് തേങ്ങയൊന്നും ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം തേങ്ങ ഇട്ടു, പിന്നെ ഇത്തിരി ജീരകം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. ഒരുപാട് അരയ്ക്കൊന്നും വേണ്ട, ഒന്ന് ആക്കിയാൽ മതി. എന്നിട്ട് നമ്മളൊരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് അതിൽ കടുക് പൊട്ടിക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉഴുന്നിടുക. ഉഴുന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടുന്ന സാധനം കേട്ടോ. അപ്പം നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും ഉഴുന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പം ഉഴുന്നിടുക, എന്നിട്ട് ഈ കടുകും പൊട്ടി ഉഴുന്നും ഒന്ന് ഒരു റെഡ് കളറൊക്കെ ആവുമല്ലോ, ഒന്ന് പൊട്ടല്ല ഒന്ന് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഈ നമ്മൾ ഈ ഉടച്ച് വെച്ച ഇടിച്ചക്കേൻ്റെ ഇതുണ്ടല്ലോ അതതിലേക്ക് എടുത്തിട്ടാൽ മതി. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇതങ്ങനെ ഫുള്ളെടുത്തിട്ട് നമ്മൾ ഇതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ, അരപ്പയിലേക്ക് എടുത്തിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അരപ്പ് മുഴുവനിലേക്ക് ചേർക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം വെന്ത സാധനങ്ങളാണ്, അതായത് ഇടിച്ചക്കൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ അരപ്പെല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കുക. അല്ല ഇങ്ങനെ തന്നെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്താലും മതി. എന്നിട്ട് നമ്മൾ പിന്നെ നമുക്ക് എന്താ പറയുക, കുറച്ച് കരിവേപ്പില ഇടണം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അവസാനം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് കരിവേപ്പിലൊക്കെ ഇട്ട് ഒന്നായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിലാണ് കടുക് പൊട്ടിച്ചെങ്കിലും കൂടിയിട്ട് അവസാനം ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കൂടും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു സാധനമാണ്. അപ്പം ഇടിച്ചക്കയിൽ കുറച്ചെങ്കിലും പ്രയാസമുള്ള പണിയെന്ന് വെച്ചാൽ ഇടിച്ചക്ക കട്ട് ചെയ്യണതാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചെന്ന പോലെ കട്ട് ചെയ്താൽ മതി, ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് സുഖമായിട്ട് ആ പച്ച ഏറ്റവും പുറത്തെ ലെയറങ്ങ് എടുത്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ, എന്നാൽ നോട്ടിഫിക്കേഷൻ വരും. ബൈ ബൈ.